ഇവിടെ സംസാരിക്കുമ്പോൾ വിഴിഞ്ഞം തുറമുഖത്തെ പറ്റി തന്നെയാണല്ലോ ആദ്യം സംസാരിക്കേണ്ടത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസന ചരിത്രത്തിൽ തിളങ്ങുന്ന അധ്യായമാണ് വിഴിഞ്ഞം പോർട്ടിൻ്റെ ഉദ്ഘാടനം. ആഗോള ഷിപ്പിംഗ് റൂട്ടിനോട് ഏറ്റവും അടുത്തുള്ള നമ്മുടെ രാജ്യത്തെ തുറമുഖമാണ്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഷിപ്മെന്റ് രംഗത്ത് വലിയ സാധ്യതകളാണ് ഈ പോർട്ട് നൽകുന്നത്. ഇതിലൂടെ വിദേശ തുറമുഖങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന കണ്ടെയ്നർ ഗതാഗതം നമ്മുടെ കേരളത്തിലേക്ക് ആകർഷിക്കപ്പെടും. അതോടൊപ്പം തന്നെ ലോജിസ്റ്റിക്സ് ചെലവ് കുറയുകയും ചെയ്യും. നമ്മുടെ നാട്ടിൽ തൊഴിൽ സാധ്യതകൾ, വ്യവസായ നിക്ഷേപങ്ങൾ എല്ലാം നല്ല രീതിയിൽ വർദ്ധിക്കും. കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ദീർഘകാല അടിത്തറ പകരുന്ന അടിസ്ഥാന സൗകര്യ പദ്ധതിയാണ് വിഴിഞ്ഞം. രണ്ടായിരത്തി 2016 കൃത്യമായി നിർമ്മാണം ആരംഭിച്ചത്. പക്ഷേ ഓഖി, മഹാപ്രളയം, പിന്നെ വന്ന ദുരന്തങ്ങൾ, ഒരു ചുഴലിക്കാറ്റ് മഹാടൗട്ട, കോവിഡ്, ഇങ്ങനെയുള്ള വെല്ലുവിളികൾ മറികടന്നുകൊണ്ടായിരുന്നു പദ്ധതി മുന്നോട്ട് പോയത്. പാറക്കല്ലുകൾക്ക് വിഷമം വന്നപ്പോൾ തമിഴ്നാട്ടിൽ നിന്നടക്കം കൊണ്ടുവരുന്ന അവസ്ഥയുണ്ടായി. 2020 മുതൽ നല്ല പുരോഗതി പദ്ധതിക്ക് കൈവരിക്കാനാവുകയും 2028 4 ഘട്ടങ്ങളും പൂർത്തിയാക്കാനുള്ള തീരുമാനത്തിലുമാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഈ കഴിഞ്ഞ വർഷം ഈ തുറമുഖം റെക്കോർഡ് നേട്ടങ്ങളാണ് കൈവരിച്ചത്. ഈ വർഷം 2ാം ഘട്ട വികസനം, അത് 9,700 കോടി രൂപ ചെലവ് വരുന്നതാണ്. ആ 2ാം ഘട്ട വികസനം ആരംഭിച്ചിരിക്കുന്നു. 2,000 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്കും തുടക്കമായിട്ടുണ്ട്. ഈ പദ്ധതിയുടെ ഒരു പ്രത്യേകത, ഇതിനകം 125 കോടി രൂപ സംസ്ഥാനത്തിന് വരുമാനമായി ലഭിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ നേരത്തെ തന്നെ നമ്മൾ കണക്കാക്കിയതാണ് വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ്. അതോടൊപ്പം തന്നെ വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ വളർച്ചാ മുനമ്പ്. ഔട്ടർ റിംഗ് റോഡ് വിഴിഞ്ഞം തുറമുഖത്തെ ഉൾനാടൻ പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കാനുതകുന്ന പ്രധാനമായ ഘടകമാണ്. വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെ ഏകദേശം 45 മീറ്റർ വീതിയുള്ള
ആധുനിക ഹൈവേയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇത് നിലവിലുള്ള നഗര ഗതാഗത ഭാരം കുറയ്ക്കുകയും തുറമുഖത്തിലേക്ക് ചരക്ക് വേഗത്തിലും തടസ്സമില്ലാതെയും എത്തിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും. ഇതിൻ്റെ നിർമ്മാണത്തിന് ഭൂമി ഏറ്റെടുക്കലിൻ്റെ 50% ചെലവ്, ഇതിൻ്റെ സർവീസ് റോഡുകളുടെ നിർമ്മാണം, ഇതെല്ലാം ഉൾപ്പെടെ 1629 കോടി രൂപ സംസ്ഥാന സർക്കാരാണ് വഹിക്കുക. ഇതുകൂടാതെ നികുതി ഇളവുകളും മറ്റ് സാമ്പത്തിക ബാധ്യതകളും സംസ്ഥാനം വഹിക്കുമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൽ കാണേണ്ടത് 2018 കേന്ദ്രവുമായി ഈ പദ്ധതിയുടെ കാര്യത്തിൽ തത്വത്തിൽ ധാരണയായി. പക്ഷേ പിന്നീട് പലവട്ടം ആവശ്യപ്പെട്ടെങ്കിലും അന്തിമ അനുമതി ഇതുവരെ ലഭ്യമായിട്ടില്ല. 2024-25 കാലയളവിൽ കേന്ദ്രമന്ത്രിയെ നേരിട്ട് കണ്ടിരുന്നു. പദ്ധതി വേഗത്തിലാക്കേണ്ടതിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കിയിരുന്നു. എല്ലാം ഉണ്ടെങ്കിലും അനുമതി വൈകിയിരിക്കുന്നു. അത് ഒരു തടസ്സമായി ഇപ്പോൾ അനുഭവപ്പെടുന്നു. റിംഗ് റോഡ് പൂർത്തിയാകുമ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പൂർണ്ണശേഷി ഉപയോഗപ്പെടുത്താനും കേരളത്തിൻ്റെ സമഗ്രമായ സാമ്പത്തിക വളർച്ചയ്ക്ക് ഉത്തേജനം നൽകാനും ഉപകരിക്കുമെന്നാണ് കാണുന്നത്. ഇതോടൊപ്പം കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ നിർണായക പങ്കുവഹിക്കുന്ന പ്രധാന ഘടകമായി IT മേഖല ഈ കഴിഞ്ഞ പതിറ്റാണ്ടിൽ ഉയർന്നു വന്നിരിക്കുകയാണ്. സേവന മേഖലയെ ആധാരമാക്കിയ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ശക്തിപ്പെടുത്തുക, യുവാക്കൾക്ക് ഉയർന്ന നിലവാരത്തിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ആഗോള നിക്ഷേപങ്ങളെ സംസ്ഥാനത്തിലേക്ക് ആകർഷിക്കുക, ഇതെല്ലാം ചെയ്യുന്നതിൽ IT വികസനം വലിയ പങ്കാണ് വഹിക്കുന്നത്.